അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തപ്പിയെടുത്ത്. വട്ടമ്പലത്ത് അനീഷ്, അങ്ങനെയാണ് അവൻ അറിയപ്പെടുന്നത്. ലോക്കൽ ടീം തന്നെയാണ്. നമ്മുടെ കലൂര് SRM റോഡിലെവിടെയാണ് അവൻ്റെ വീട്. ഇതൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നത് പൂട്ടി. ഇപ്പം എന്തോ തക്കിട തരികട പരിപാടികളൊക്കെയാണ്. നീ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ ഒഫീഷ്യലായിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേജിൽ നിന്ന് എന്തായാലും ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത്. അതുകൊണ്ട് ഇനിയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. നിന്റെ പണി നടക്കട്ടെ കേട്ടോ. നീ എങ്ങോട്ടേ ഡ്രസ് ഇട്ടിട്ട്? ചെറിയൊരു ഫീൽഡ് വെക്കുന്നു. ചേട്ടാ ചേട്ടാ പറഞ്ഞോ. ഈ അനീഷിന്റെ വീട് ഏതാ? ഇവിടെ ഒരുപാട് അനീഷുമാരുണ്ട്. അഡ്രസ് എല്ലാം കയ്യിലുണ്ടോ? ഈ വട്ടമ്പലത്തിലെ അനീഷ്. ഓ, മൊബൈൽ കട നടത്തണേ. ഈ വഴിക്ക് നേരെ പോയാൽ മതി. വലത്തേക്ക് തിരിഞ്ഞിട്ട് രണ്ടാമത്തെ വീടാണ് അനീഷിന്റെ വീട്. ഓക്കെ ഏട്ടാ, താങ്ക് യു. എല്ലാരും ഇപ്പൊ ഓൺലൈൻ ഫുഡായി. എന്താ അല്ലേ? എന്താ? ഈ അനീഷ്. അതെ, ഞാനാ. ഈ 7736655901 തന്റെ നമ്പറല്ലേ? എന്റെ നമ്പറാ. ഞാൻ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇത് ആര് ഓർഡർ ചെയ്തതാ? എന്താ ആരാ മോനെ ഇത്? ഒന്നുമില്ല അമ്മേ, പഴയ ഫ്രണ്ട്സാ. കുറച്ച് നാളായി കണ്ടിട്ട്. ബാ നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ബാ. നീ ഇത് എപ്പെട്ടായിരുന്നു? വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ. നമുക്ക് സംസാരിക്കാം. അവിടെ പോയി സംസാരിക്കാം. മലരെ, നീ ഏതാണോ എന്താണോ എനിക്കറിയില്ല. അവളായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല. ലേട്ടങ്ങേറ് പണിക്കാണ് ഇവിടെ വന്നെങ്കിൽ അനീഷെ പറ്റി ചോദിച്ചായി നീ എന്റെ വീടായി പോയില്ല. അടിച്ച് ഞാൻ ഞാനല്ല ചേട്ടാ ചെയ്ത്. നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ അപ്ലോഡ് ചെയ്ത ഫോട്ടോ? എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്തിട്ടാ. ഏത് ഗ്രൂപ്പ്? ഇട്ടത് ഞാനാ, പക്ഷെ വേറൊരു പേജിൽ കോപ്പി ചെയ്ത് ഞാനിട്ട് എന്റെ ബിസിനസിന് വേണ്ടി. എന്ത് ബിസിനസ് പറ? ഇനി പറഞ്ഞ. എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നല്ല ക്ലയൻസും ഉണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് നല്ല പെമ്പിള്ളേരും ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആയിരുന്നാലേ എൻ്റെ ബിസിനസ് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോസ്റ്റ് ഇട്ടു. നിനക്കത് ഏത് പേജിൽ നിന്ന് കിട്ടിയ? നടികൾ വെടികൾ. നീ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതറിഞ്ഞോണ്ടാ പോയി അവനെ തല്ലാൻ നീ ആരാണ്? ഗുണ്ടയോ? ഡീറ്റെയിൽസ് എടുത്ത് തന്നാ എന്നെ വേണം ആദ്യം അടിക്കാൻ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേട്ടനീ പറയുന്നത്? അവനൊക്കെ രണ്ടെണ്ണം കിട്ടിയാലേ പഠിക്കുള്ളൂ. ചേട്ടാ, അതിനാണ് ഇവിടെ പോലീസ് ഉള്ളത്.
അവൻ നിന്റെ പേര് കൊണ്ടൊരു കേസ് കൊടുത്തിരുന്ന നീ എന്ത് ചെയ്തേനെ? പോലീസ് സ്റ്റേഷൻ, കോടതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ കയറി ഇറങ്ങി നടക്കണ്ടേ? ആരുണ്ട് ഇതിനൊക്കെ കൂടെ? ചേട്ടൻ എന്താ മനസ്സിലാക്കാത്തെ? ഞാൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ജീവിതത്തിൽ സന്തോഷം എന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിലായി. എടാ, ഞാൻ പറഞ്ഞതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യാം, നാളെ ആ സക്രിയെ പോയി നേരിട്ട് കാണാം. ഏയ്, അത് വേണ്ട. അങ്ങനെ കഴിഞ്ഞാൽ അവളറിയും. പോലീസ് കംപ്ലൈന്റ് ഒന്നും വേണ്ട. എടാ, ഒഫീഷ്യലി അല്ല, അതല്ലാതെ നേരിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. വേറെ എന്തെങ്കിലും വഴിയുണ്ട് അയാൾ പറഞ്ഞു തരുമല്ലോ.